ഏത് റിലേഷൻഷിപ്പുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, അവരുമായി ചേർന്ന് നമ്മളുടെ ജീവിതം അല്ലെ നമ്മളുടെ ദിവസങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ ആ സ്നേഹത്തിൽ നമ്മളെപ്പോഴും പലപ്പോഴും നമ്മൾ സ്വയം നമ്മളെ മറന്നു പോകാറുണ്ട്. നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ജീവിതത്തിലെ പല ഏരിയാസിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. നമ്മൾ സ്വയം നമ്മളെ തന്നെ മറന്നു പോകുന്നു പാതി വഴിയിൽ. എന്തായിരുന്നു ഞാൻ ആഗ്രഹിച്ച ജീവിതം, അല്ല എന്തായിരുന്നു എൻ്റെ ഇഷ്ടങ്ങൾ, എങ്ങനായിരുന്നു ഞാൻ ഓരോ ദിവസവും മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, എന്തായിരുന്നു എൻ്റെ ഡ്രീം ലൈഫ് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളും നമ്മളുടെ സന്തോഷവും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളും നമ്മളുടെ എനർജിയും ഒക്കെ നമുക്ക് എനർജി നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ വഴിയിൽ മറന്നു പോകുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഫുള്ളി ഇൻവോൾവ് ആയി പോകുമ്പോൾ, നമുക്കിടയിൽ വെച്ച് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി പോകും. നമ്മൾ വളരെ സുഖകരമായ ഒരു റിലേഷൻഷിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തി കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, എന്നൊരു ടോക്സിക് ആയിട്ടുള്ള നേച്ചേഴ്സൊക്കെ ഷോ ചെയ്യുന്ന ഒരു വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും, അവിടെ ഡോണ്ട് ബി ബ്ലൈൻഡ് ഇൻ എ റിലേഷൻഷിപ്പ്. ഏതൊരു റിലേഷൻഷിപ്പിലും അന്ധരാവാതിരിക്കുക.